വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞതുപോലെ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു. അതെനിക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷനാണ് തരുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ഞാനിത് ഒരു വർഷമോ 2 വർഷത്തിൽ കൂടുതലായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. എനിക്കത് എങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുറേ നാളായിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ തുടങ്ങി. കാരണം നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് ഒരു മെത്തേഡ് അറിയണമല്ലോ. നമ്മളിങ്ങനെ കറക്റ്റ് അല്ലാത്തൊരു പ്രൊസീജിയറിൽ കൂടെ പോകരുത് എന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയറിൽ കൂടെ തന്നെ അത് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ലിങ്കോ നമുക്കൊരു വഴി തുറന്ന് കിട്ടിയില്ല. അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഒരു വഴി തുറന്ന് കിട്ടിയില്ല. പിന്നെ അതിനൊരു സമയമായി കാണത്തില്ല. നമ്മളിപ്പോൾ മനസ്സിൽ എന്തുദ്ദേശിച്ചാലും അതിനൊരു കറക്റ്റ് സമയമാകുമ്പോഴല്ലേ അത് നടക്കത്തുള്ളൂ. അത് തന്നെയായിരിക്കും കാര്യം. ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മളിപ്പം എന്തൊക്കെ അതിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമുക്ക് സമയമാകുമ്പോഴേ നടക്കത്തുള്ളൂ. പക്ഷെ നമുക്കിപ്പം നമ്മൾ എത്ര ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളെ വിട്ടുപോകാനുള്ളതാണെങ്കിലും പോകും. എത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും, അല്ലേ? അങ്ങനെയാണ്. അത് യൂണിവേഴ്സൽ തിയറിയാണ്. അതപ്പം ഞാൻ വഴി മാറി സംസാരിച്ച് പോകുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനിപ്പം അത്യാവശ്യപ്പെട്ട് ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1-2 വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമാണ്. അപ്പം ഇപ്പം എൻ്റെ ബർത്ത്ഡേ വരികയാണ്. ജൂണിലാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം ബർത്ത്ഡേ വിഷായിട്ട് ബർത്ത്ഡേക്ക് മുമ്പേ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് മുരളിയേട്ടൻ എനിക്ക് ഇനി ഞാനിത് ഇത്രയും നാളായിട്ട് മുരളിയേട്ടനോട് ഞാൻ കുറേ നാളായി പറയാൻ തുടങ്ങി, മുരളിയേട്ടൻ എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒത്തിരി നാളായി പറയുന്നു. പക്ഷേ മുരളിയേട്ടൻ അത് ചെയ്യാം മുരളിയേട്ടൻ്റെ സ്ഥിരമുള്ള അസാമമായിട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അന്വേഷിക്കാം. മുരളിയേട്ടൻ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറേ നാൾ മുമ്പേ പറഞ്ഞു. 2-3 മാസം മുന്നേ പറഞ്ഞു, മുരളിയേട്ടൻ എൻ്റെ ബർത്ത്ഡേ ഇനി 2 മാസങ്ങൾക്കകം വരും എന്നൊക്കെ കുറേ നാൾ മുമ്പേ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, മുരളിയേട്ടൻ എനിക്ക് മെയ്ക്ക് അത് നടത്തി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം മുരളിയേട്ടൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സംഘടിപ്പിച്ച് അവസാനം ഞങ്ങളിത് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ചെയ്തു. അപ്പം ചെയ്തപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അത് നിങ്ങളിലോട്ടും കൂടെ എത്തിക്കണം. കാരണം ഇതൊരു നല്ലൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്രദമാവുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. അപ്പം മറ്റൊന്നുമല്ല ഞാൻ ചെയ്തത്, ഒരു ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. കാരണം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ, അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് എനിക്ക് ആ ദിവസം തോന്നിയത്. അന്നത്തെ ദിവസം എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അറിയാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അതിപ്പം നിങ്ങളോട് പറയുമ്പോൾ പോലും എനിക്ക് അത്രയും സന്തോഷം വരുന്നുണ്ട്. ആ ദിവസം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവരുടെ സൈറ്റിൽ നിന്നൊക്കെ റിപ്ലൈ കിട്ടിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം വരുമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ എന്തോ ഒരു ഭയങ്കര സംഭവം ചെയ്ത പോലെ എനിക്ക് അതിനൊരു ഫീൽ ചെയ്യുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആക്ച്വലി അത് ചെയ്ത് നടത്തി കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ ഒരു അത്രയും നാളത്തെ ഒരു ആഗ്രഹമായിരുന്നോണ്ടായിരിക്കും എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളോട്ടും കൂടെ പാസ് ചെയ്യണം. കാരണം ഇതേപോലെ നമ്മൾ കറക്റ്റ് മെത്തേഡിൽ കൂടെ ചെയ്യണം. അതൊരു മിസ്യൂസ് ചെയ്യപ്പെടരുതല്ലോ. അതുകൊണ്ടൊന്ന് നിങ്ങളോടും കൂടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. കാരണം പലർക്കും ഇത് അറിയത്തുമില്ല, ഇങ്ങനൊരു ആക്ച്വൽ ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് അറിയത്തുമില്ലായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്തപ്പോൾ മുരളിയേട്ടനും കൂടെ ചെയ്തു. അത്രേ ഉള്ളൂ. മുരളിയേട്ടൻ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു ചെയ്യുന്നതിൽ. അപ്പം ഞങ്ങൾ 2 പേരും കൂടെയാണ് ചെയ്തത്. ഇത് എൻ്റെ സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുതല്ലോ. അതുകൊണ്ട് നോട്ടോ എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ ആക്ച്വൽ നാഷണൽ ലെവലിൽ ഉള്ളൊരു സംഭവമാണ്, ഓർഗനൈസേഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ സൈറ്റിൽ കൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടും അവരുടെ വെബ്സൈറ്റ് ഉണ്ട്,
നോട്ടോയുടെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കാണാതെ എനിക്ക് ഓർമ്മശക്തി വളരെ കുറവായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നോട്ടോടെ എന്ന് പറഞ്ഞാൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനാണ്. അത് ഡൽഹി ബേസ്ഡ് ഓർഗനൈസേഷനാണ്. വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓർഗനൈസേഷനാണ് കേട്ടോ, പ്രൈവറ്റ് ഒന്നുമല്ല, ഗവൺമെൻറ്റിൻ്റെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓർഗനൈസേഷനാണ്. അപ്പം അതിൻ്റെ പ്ലഡ്ജ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ്, ആ ഒരു വെബ്സൈറ്റാണ്. ഞാൻ പ്ലഡ്ജ് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റും അല്ലാതെ നമുക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിലുള്ള വെബ്സൈറ്റും രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറിയണം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി കൊടുത്തേക്കാം. കാരണം ഞാനിപ്പം പറഞ്ഞു തന്നാൽ അതിൻ്റെ കറക്റ്റ് ലിങ്ക് കിട്ടത്തില്ലോ. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലഡ്ജ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് കേട്ടോ. അപ്പം ആ ലിങ്കിനകത്ത് കയറി ടു രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അപ്പം രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് യൂസ് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഞാൻ ചെയ്തു ഇങ്ങനെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, നമ്മുടെ ആക്ച്വൽ അഡ്രസ്സ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് സ്പൗസിൻ്റെ ഡീറ്റെയിൽ, അപ്പം ഞാൻ മുരളീൻ്റെയും അങ്ങനെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മുടെ ആരുടെയെങ്കിലും വേറൊരു കോൺടാക്റ്റ് ഒരാളുടെയും കൂടെ നമ്പർ കൊടുക്കണം. അപ്പം അങ്ങനെ ഇമ്മീഡിയറ്റ് ഒരു കോൺടാക്റ്റിൻ്റെ ആരുടെയെങ്കിലും ഫാമിലി ഓർ ഫ്രണ്ട്സ് വേറെ ഒരാളുടെ കോൺടാക്ട് നമ്പറും കൂടെ കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് രണ്ടുപേരുടെയും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തപ്പം എൻ്റെ ഒരാളുടെ വേറെ മുരളിയുടെയും കൊടുത്തു, വേറൊരു ഫാമിലി ഓർ ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റും കൂടെ കൊടുത്തു. അങ്ങനെയാണ് ഫുൾ ആധാർ ഡീറ്റെയിൽസ് കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത്രയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് അത് കഴിയുമ്പം നമ്മുടെ ഫോണിലോട്ട് SMS ഒന്നല്ല മെസ്സേജ് ആയിട്ടാണ് വരുന്നത്, ഇങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ഇപ്പം ഞങ്ങളല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഒരു അതിനകത്ത് ഒരു കോർഡിനേറ്ററിൻ്റെ ഒരു ആളെ വിളിച്ച് ചോദിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അപ്പം വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. അത് ഞാൻ പറയാം എന്താണ് ബാക്കി പ്രൊസീജിയർ എന്നല്ല, ബാക്കി ഡീറ്റെയിൽസും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഒരാളുമായിട്ട് സംസാരിക്കുകയും കൂടെ ചെയ്തായിരുന്നേ. ഈ രജിസ്ട്രേഷൻ്റെ മുമ്പ് തന്നെ എല്ലാം സംസാരിച്ച് നേരത്തെ ഈ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ വഴി ഈ സൈറ്റൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാണ് രജിസ്ട്രേഷനൊക്കെ ചെയ്തത്. അത് ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്. പുള്ളി സംസാരിച്ചെല്ലാം കൺവിൻസ്ഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നോട്ടോ എന്ന് പറഞ്ഞാൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള, നമ്മുടെ ഇപ്പം കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പല ഇന്ത്യയിൽ തന്നെ ഓരോ സെർച്ച് ഓപ്ഷനിലുണ്ട്, ഹോസ്പിറ്റൽസ് എന്നുള്ളൊരു ടാബുണ്ട്. ആ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ സെർച്ച് ഓപ്ഷനിൽ ഓരോ സ്റ്റേറ്റ് എടുക്കാം. ഇപ്പോൾ കേരളത്തിലെ എടുക്കട്ടെ, അല്ലെങ്കിൽ പല വേറെ സ്റ്റേറ്റിലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ് എടുത്തിട്ട്, അപ്പം ഞാൻ കേരളത്തിലെടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പം നമുക്കിപ്പം കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും വരും. കേരളത്തിൽ ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് ഇത് പ്രൊസീജിയേഴ്സ് അവൈലബിൾ. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ പ്രൊസീജിയറൊന്നുമില്ല, നമ്മൾ ഡെത്തായി കഴിഞ്ഞാൽ അവർ നമ്മൾ എടുക്കാനുള്ളൊരു കൺസെൻറ്റ് അത്രേ ഉള്ളൂ. അപ്പം പിന്നെ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഡെത്ത് ആകുമ്പം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബ്രെയിൻ ഡെത്ത് ആവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗൻസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു ആളുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ബോഡിയിൽ ഈ ഓർഗൻസ് വെച്ച് 8 പേർക്ക് ആക്ച്വലി വേറൊരു ജീവിതം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ പോയാൽ അതോടുകൂടി തീർന്നു പോവല്ലേ നമ്മുടെ ആ ഒരു ഇത്. അപ്പം അത് കഴിഞ്ഞിട്ട് എത്രയോ പേർക്കാണ് എത്രയോ പേർക്കെന്നല്ല, ഒരു മിനിമം ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു ജീവിതം ഉണ്ടാകുക എന്ന് വെച്ചാൽ എന്തൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതുകൊണ്ടാണ് അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നാൻ കാരണം തന്നെ. അപ്പം പിന്നെ അത് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബ്രെയിൻ ഡെത്ത് ആയി എന്നൊരു ന്യൂറോ സർജനോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് ആരെങ്കിലും സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ബാക്കി ഓർഗൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതും നമ്മുടെ വീട്ടുകാരെ ആരെങ്കിലും നമുക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിയിച്ചിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ സീക്രട്ടായിട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളില്ലാണ്ടായാൽ വേറെ ആർക്കും ഇങ്ങനെ ഒരു പരിപാടി അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യമില്ല. അപ്പം എറണാകുളത്താണെങ്കിൽ ഇത് ഇങ്ങനെ ഓർഗൻസ് എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അമൃതയും ഈ സൈറ്റിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അമൃതയും പിന്നെ ആസ്റ്ററിലുമാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് ആവും, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് എത്തിക്കുമായിരിക്കും, അതെനിക്കറിയത്തില്ല. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പൊട്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം
ഈ സൈറ്റിൽ നിന്ന് കണ്ട ഡീറ്റെയിൽസ് വെച്ചിട്ട് പറഞ്ഞതാണ് ഈ 2 ഹോസ്പിറ്റലാണെന്ന്. പിന്നെ അറ്റ്ലക്സ് അപ്പോളോയും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പിന്നെ ഇവിടെ അങ്കമാലി അവിടെയാണ്. അപ്പം നമ്മൾ ആരെങ്കിലും അറിയിച്ചാൽ ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ മാത്രം ആ ഓർഗൻസ് അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ ഹോസ്പിറ്റലുകാർക്ക് കിട്ടും. പിന്നെ അല്ലാതെ വീട്ടിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കണ്ണ് എപ്പോൾ വേണമെങ്കിലും ആർക്കും ഉപകാരപ്പെടും. അപ്പം അതാണ് ഏറ്റവും നമ്മുടെ കണ്ണ് വെച്ചിട്ട് എത്ര പേർക്ക് കാഴ്ച, എത്ര പേർക്കല്ല മാക്സിമം 2 പേർക്ക് കാഴ്ച, നമ്മുടെ കണ്ണിൽ കൂടെ വേറൊരാൾ ലോകം ഫുൾ കാണുക, അല്ലെങ്കിൽ കാഴ്ച ഇതുവരെ ഇല്ലാത്ത ആൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ആൾ നമ്മളില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വെച്ചിട്ട് ലോകം കാണുക എന്ന് വെച്ചാൽ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വല്ലാത്തൊരു ഫീലിംഗാണ് വരുന്നത്. ഭയങ്കര സംഭവമല്ലേ അത്. എന്തോ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗാണ്. നിങ്ങൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതൊക്കെ എൻ്റെ ഇമാജിനേഷനിൽ അങ്ങനത്തെ ഒരു ഫീലിംഗാണ്. അതൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ഇതുവരെ ലോകം എന്താണെന്നൊന്നും കാണാത്ത ഒരാൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കണ്ണിനൊന്നും ഒരു ഉപകാരമില്ല. നമ്മളിത് കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പം അത് വെച്ചിട്ട് വേറൊരാൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ സംഭവമല്ലേ. അങ്ങനെ അപ്പം കണ്ണിന് വേണമെങ്കിൽ നമുക്ക്, ഞാൻ അന്വേഷിച്ചപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കോ ഒക്കെ രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അതും നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടുകാരോടൊക്കെ ഒന്ന് അറിയിച്ച് വെച്ചേക്കണം. നമുക്കിങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ലോ. അപ്പോൾ അറിയിച്ച് വെച്ചാൽ അവർക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. കണ്ണ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി ഓർഗൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെച്ചാൽ ബാക്കി ഓർഗൻസൊക്കെ അല്ലെങ്കിൽ അത് യൂസ്ഫുൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മളിത് പ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കപ്പം ഇപ്പം പ്ലഡ് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നമുക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു, അയ്യോ ഞാനപ്പം ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് തന്നെ ആ സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്ത് പോയി അൺപ്ലഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പം അയ്യോ ഇപ്പം ചാടിക്കയറി പ്ലഡ് ചെയ്യണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ വീട്ടുകാരാരെങ്കിലും പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ അൺപ്ലഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ പ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോലെ അതിനകത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു പ്ലഡ്ജ് ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കാം, മറ്റേ നമ്മുടെ വീട്ടുകാരെങ്കിലും വേണമെങ്കിൽ ഏൽപ്പിച്ച് വെക്കാം. അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മളിത് ചെയ്യുന്നത് എനിക്കൊരു നോബിൾ കോസായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ഇത് കൊണ്ട് മറ്റുള്ളവർക്കൊരു ഹോപ്പ് അല്ലേ, ഒരു ജീവിത പ്രതീക്ഷയല്ലേ നമ്മളെപ്പോഴും കൊടുക്കുന്നത്. ആർക്കും ഇല്ലാതെ പോകുന്നതിലും നല്ലത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രതീക്ഷ എന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് ഒരു കുഞ്ഞ് അവയർനെസ് എന്ന് പറയാമോ അറിയത്തില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നൊരു ഇതാണ്. അതിപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും എനിക്കതൊരു സന്തോഷം വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.